വയനാട് പച്ചിലക്കാട് പടിക്കം വയൽ ജനവാസ മേഖലയിൽ ഇറങ്ങി ഭീതി പരത്തിയ കടുവയെ കണ്ടെത്തി. ചീക്കല്ലൂരിലെ വയലിലാണ് കടുവയെ കണ്ടത്. ഫൈസൽ നെടുമ്പാല വിശദാംശങ്ങൾ നൽകും. ഫൈസൽ, ഒടുക്കം കടുവയെ കണ്ടെത്തിയിരിക്കുന്നു. ഇനിയുള്ള നടപടികൾ എങ്ങനെയാണ് ദൗത്യസംഘത്തിന്റെ? സൈഫുദ്ദീൻ, ഏറ്റവും പ്രധാനമായി പറയാനുള്ളത് കടുവയെ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ചീക്കല്ലൂരിലെ പുളിക്കൽ എന്ന് പറയുന്ന നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഒരു വയലിന്റെ ഭാഗത്താണ് കടുവയെ കണ്ടെത്തിയിരിക്കുന്നത്. നാട്ടുകാർ തന്നെയാണ് കടുവയെ ആദ്യം കണ്ടത്. തുടർന്ന് വനംവകുപ്പിനെ വിവരം അറിയിക്കുകയും വനംവകുപ്പ് ഇപ്പോൾ ഈ കാണുന്ന നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഭാഗത്ത് കൃത്യമായി കൊണ്ട് തന്നെ കടുവയെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള നിർണായകമായ ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇനി അടുത്ത ഘട്ടത്തിൽ എന്താണ് വനംവകുപ്പിന്റെ നീക്കം എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത നമുക്ക് വന്നിട്ടില്ല. ഇനി മയക്കുവെടി വെക്കാനോ അല്ലെങ്കിൽ ഈ കടുവയെ മറ്റേതെങ്കിലും കാട് ഉൾപ്പെടുന്ന പ്രദേശത്തേക്ക് തുരത്താനോ ആയിരിക്കും വനംവകുപ്പിന്റെ നീക്കം. എന്തായാലും അതിന് നമ്മൾ കാത്തിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഉത്തരവ് കൃത്യമായി കൊണ്ട് ഇറങ്ങിയിട്ടില്ല. അതുകൊണ്ടാണ് അതിലൊരു വ്യക്തത വരാത്തത്. നിലവിൽ കടുവയെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നു. നേരത്തെ കടുവ ഏത് ഭാഗത്താണ് ഉള്ളത് എന്നുള്ള സംശയമൊക്കെ നിലനിന്നിരുന്നു. എന്നാൽ ആ സംശയങ്ങൾക്കൊക്കെ ദൂരീകരണം വന്നിരിക്കുന്നു. കൃത്യമായി കൊണ്ട് കടുവയെ നാട്ടുകാർ കണ്ടു. നേരത്തെ പടിക്കം വയലായിരുന്നു, തൊട്ടപ്പുറത്ത് 2 കിലോമീറ്റർ അപ്പുറത്താണ് പടിക്കം വയൽ എന്ന് പറയുന്നത്. ആ പ്രദേശത്തായിരുന്നു നേരത്തെ കടുവ ഉണ്ടായിരുന്നത്. എന്നാൽ കടുവ അവിടെ നിന്ന് മാറിയിട്ടുണ്ട് എന്നുള്ള വിവരത്തെ തുടർന്നാണ് പരിശോധന നടത്തിയത്. ചീക്കല്ലൂരിൽ ഇന്ന് രാവിലെ ഈ ചീക്കല്ലൂർ ഭാഗത്ത് വയലിന്റെ ഭാഗത്ത് കാൽപ്പാടുകൾ കണ്ടെത്തി എന്നുള്ള വിവരം ലഭിക്കുകയും പരിശോധന നടത്തുകയും അത് കടുവയുടേതാണ് എന്നുള്ള സ്ഥിരീകരണം വനംവകുപ്പ് നടത്തിയതുമാണ്. തുടർന്നുള്ള പരിശോധന ഈ ഭാഗത്തൊക്കെ തന്നെ വനംവകുപ്പിന്റെ നിരീക്ഷണം നടക്കുന്നുണ്ടായിരുന്നു. അല്പം മുമ്പാണ്, കൃത്യമായി പറഞ്ഞാൽ 15 മിനിറ്റ് മുമ്പാണ് ഈ ചീക്കല്ലൂർ ഭാഗത്ത് കടുവയെ നേരിൽ കണ്ടു എന്നുള്ള ഒരു സ്ഥിരീകരണം ഉണ്ടാകുന്നത്. അതേ തുടർന്ന് കൃത്യമായി കൊണ്ട് വനംവകുപ്പ് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവിധ സംവിധാനങ്ങളും ഈ ഒരു ഭാഗത്തിൽ നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നതിന്റെ ചുറ്റുഭാഗത്തും വനംവകുപ്പിന്റെ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ കടുവയെ കണ്ടെത്തുകയാണെങ്കിൽ തുടർ നടപടികളുമായി വനംവകുപ്പ് മുന്നോട്ട് പോകും. ഉത്തരവൊന്നും ഇതല്ലെങ്കിൽ മയക്കുവെടി വെക്കുന്നതിനുള്ള ഉത്തരവ് ഇതുവരെ ലഭ്യമായിട്ടുള്ള ഒരുപക്ഷെ കൂടുതൽ ഗൗരവമായിട്ടുള്ള വിഷയങ്ങൾ കടക്കുകയാണെങ്കിൽ മയക്കുവെടി വെക്കുന്നതിലേക്ക് അടക്കമുള്ള കാര്യങ്ങളിലേക്കായിരിക്കും വനംവകുപ്പ് കടക്കുക.